ശബരിമലയിലും കാട്ടാൻ ഇറങ്ങി. മരക്കൂട്ടത്ത് യു-ടേൺ ഭാഗത്താണ് ആന എത്തിയത്. സംരക്ഷണ വേലി ആന തകർത്തു. വനവകുപ്പും പോലീസും ഒക്കെ ചേർന്ന് ആനയെ വിരട്ടിക്കാട്ടിലേക്ക് തിരിച്ചയച്ചു. ഹരീഷിനോട് ഹരി, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ശബരിമല വഴിയിലൊന്നും ആനകൾ ഉണ്ടാക്കാറില്ല. ഇത് എപ്പോഴാണ് ആന വന്നത്? പെട്ടെന്ന് തന്നെ തിരിച്ചു കാട് കയറിപ്പോയോ? ഉച്ചയ്ക്ക് ശേഷമാണ് കാട്ടാന ഭാഗത്ത് ഇറങ്ങിയത്. മരക്കൂട്ടത്ത് യു-ടേൺ ഭാഗത്താണ് ആന എത്തിയത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ആന ഈ സംരക്ഷണ വേലി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ നടന്നു പോകുന്ന പാതയ്ക്ക് ഇരുവശത്തും സംരക്ഷണ വേലിയുണ്ട്. ഈ യു-ടേൺ ഭാഗത്തുള്ള സംരക്ഷണ വേലി തകർത്ത ആന കടന്നു പോവുകയാണ് ചെയ്തത്. ആ സമയത്ത് വനവകുപ്പും പോലീസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആനയെ പെട്ടെന്ന് വിരട്ടി കാട്ടിലേക്ക് തിരിച്ചയക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. ഈ വന്യമൃഗങ്ങളുടെ ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ സദാസമയവും വനവകുപ്പിന്റെയൊക്കെ നിരീക്ഷണത്തിലായിരിക്കും ആ വഴികളും പരിസരവും. പോലീസും വനവകുപ്പും കൃത്യമായി നിരീക്ഷണം ആ ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തരെ ഈ മരക്കൂട്ടം ഭാഗം എന്ന് പറയുന്നത് ചന്ദ്രാനന്ദ റോഡ് വഴി ഭക്തർ തിരിച്ചിറങ്ങുന്ന വഴിയാണ്. അതിലൂടെ ഭക്തരെ കയറ്റിവിടുന്നത് അപൂർവമാണ്. അപ്പോൾ തിരിച്ചിറങ്ങുന്ന ഭാഗമായതുകൊണ്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് അവിടെ നിരീക്ഷണങ്ങൾ എല്ലാ സമയവും ഉണ്ടാകുന്നതാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് വേറെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. ആനയെ വിരട്ടി കാട്ടിലേക്ക് അയക്കാൻ വനംവകുപ്പിനും പോലീസിനും സാധിച്ചു. ശരി.